നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടത്. ഒന്ന്, രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടും. കഴിഞ്ഞ ദിവസം അക്കാര്യത്തിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ചതാണ്. ഈ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുന്ന 16ാമത്തെ ദിവസമാണ്. അതെ. ഇന്ന് കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ പ്രോസിക്യൂഷൻ വീണ്ടും ഉടക്കവച്ചു. ഇന്നൊരു പുതിയ ജഡ്ജായിരുന്നു, അതായത് ആ കോടതി കൈകാര്യം ചെയ്യുന്ന ജഡ്ജ് അവധിയായിരുന്നു, പകരം വന്ന ആളാണ്, പകരം വന്ന ജഡ്ജായിരുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ ജഡ്ജ് തന്നെ ചോദിച്ചു, ഇയാൾ എത്ര ദിവസമായി കിടക്കുന്നു? അപ്പം ഇല്ല, വക്കീലിന് സംസാരിക്കേണ്ടി വന്നില്ല, ജഡ്ജി അങ്ങ് പറയുകയാണ് എന്തിനാണ് ഇയാൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞാൽ അങ്ങനെയാണ്, തെളിവ് നശിപ്പിക്കും. ഉടനെ വക്കീൽ പറഞ്ഞു ഇവർ പറയുന്ന റിക്കവറി വേണമെന്ന് പറഞ്ഞു. വക്കീൽ റിക്കവറി ചെയ്ത വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ടല്ലോ, നോക്കാമല്ലോ, പിന്നെ തന്നെ റിക്കവർ ചെയ്യുന്നത്. അവസാനം ജഡ്ജി തന്നെ പറഞ്ഞു ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, ഇതിൽ കൂടുതലൊന്നും ഒരാൾ ജയിലിൽ കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ പോലീസ് അന്വേഷിക്കുന്ന പോലീസ് പറയുന്നത് രാഹുലിന് മൊത്തത്തിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെയാണ് പോലീസ്. ദിവസങ്ങളെങ്കിലും രാഹുൽ മര്യാദയ്ക്ക് ഇരുന്നാൽ രാഹുലിന് കൊള്ളാം. എങ്ങനെ രാഹുൽ ഇതിനോട് കൈകാര്യം ഇപ്പം ജയിലിൽ നിന്ന് പുറത്തിറങ്ങും, ഇന്ന് വൈകുന്നേരത്തോടെ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ കാര്യമായ കണ്ടീഷനൊന്നും വെച്ചിട്ടില്ല. പലപ്പോഴും കണ്ടീഷൻ വെക്കുമ്പം ഒപ്പിടണം ഒന്നും വെച്ചിട്ടില്ല. അതായത് സാധാരണ ആളുകൾക്ക് വെക്കുന്ന മാതിരി സാക്ഷികളെ സ്വാധീനിക്കരുത്, പിന്നെ അതുപോലെ എന്താണ് സ്ഥലം വിട്ടു പോകാൻ പാടില്ല, അങ്ങനെയുള്ള ചില കാര്യം അതൊന്നുമില്ല. ആ കണ്ടീഷനൊന്നുമില്ല. സാക്ഷികളെ സ്വാധീനിക്കരുത്, സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്, ഇതൊക്കെ ഉള്ളൂ. പുള്ളിക്ക് വേണ്ടി പുള്ളി ആർക്ക് വേണ്ടിയാണോ വാദിച്ചത് അവർക്ക് വെളിയിറങ്ങി നടക്കുന്നുണ്ട്. ഈ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞ രാഹുലിനെ സംബന്ധിച്ചുള്ള കുഴപ്പമാണ്. കാരണം രാഹുൽ വീണ്ടും ഈ പറഞ്ഞ മാതിരി സ്ത്രീകളെ അധിക്ഷേപിക്കുകയും വളം വയ്ക്കുകയും ശരിക്കും തോന്നുന്നത് ഈ 14-16 ദിവസം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ രാഹുലിനെ പോലെ ഒരാൾ നല്ല നിലയിൽ ജീവിക്കുന്ന, അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള, വളരെ ആക്റ്റീവായിരിക്കുന്ന ഒരാളെ 16 ദിവസം ജയിലിൽ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര മാത്രമല്ല, കൂടെ മുറിയിലുള്ളവർക്ക് ആരൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിച്ചു. എന്തായാലും രാഹുൽ ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു. ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ കുറച്ചുകൂടി ഒരു പക്വത, അതായത് പ്രതികരിക്കുന്നതിൽ തെറ്റില്ല, അത് രൂക്ഷമാകുന്നതിലും തെറ്റില്ല. പക്ഷേ കോടതി നിലവിൽ നടക്കുന്ന നിയമങ്ങളെ സംവിധാനങ്ങൾ. ഇനി അടുത്ത ഒരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞതാണ്. വീണ്ടും തടഞ്ഞു. വ്യാഴാഴ്ച വരെ തടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഈ പോലീസ് രാഹുലിന്റെ കണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അത് കണ്ടിരുന്നു. അതായത് രാഹുൽ അമ്പലത്തിൽ പോയപ്പം, സ്കൂട്ടറിന് പോയപ്പം പിന്നാലെ പോലീസ് പോയി രാഹുൽ മുങ്ങുവാന്ന് പറഞ്ഞത്. അത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ബോധ്യമായിരുന്നു, രാഹുലിന് അറസ്റ്റിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകത്തില്ല, മാറ്റിവെക്കുമെന്ന്. കാരണം അതൊന്നും കോടതിക്ക് അത്ര പിടിക്കുന്ന കാര്യമല്ല. ഒരാൾ കോടതിയിൽ അവിടെ ഇരിക്കുമ്പോൾ തന്നെ രാഹുലിന് അയാളിപ്പോൾ മുള്ളാൻ പോയതായിരിക്കും. ഞാനായിരുന്നെങ്കിൽ ഓടിപ്പോയിട്ട് സ്പീഡിൽ വിട്ടിട്ട് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി പോയി തുണി വെക്കുന്നു മുള്ളിയാൻ. അവ സ്വാഭാവികമായിട്ടും ഉമ്മാരുടെ അസുഖം തീർന്നു കേട്ടോ. അപ്പോൾ എനിവേ, അപ്പോൾ രാഹുലിന് വീണ്ടും അറസ്റ്റ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, അറസ്റ്റ് തടയുന്നത് നീട്ടിക്കൊടുത്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മുൻകൂർ ജാമ്യം കൊടുക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് അതിശക്തമായ നിലപാടാണ്. പിന്നെ ഓസ്ട്രേലിയ സംഭവിച്ചെന്താ, ഓസ്ട്രേലിയ ഇന്നലെ നടന്ന ഒരു അച്ഛനും മകനും പാകിസ്ഥാൻകാരാണെന്ന് പറയുന്നത്, പാകിസ്ഥാനികളാണ്. അവർ സിഡ്നിയിൽ ഒരു ബീച്ചിലെത്തി ജൂതന്മാരുടെ ചടങ്ങ് നടക്കുന്നതിലേക്ക് എത്തി വെടിവെക്കുകയായിരുന്നു. 16 പേര് കൊല്ലപ്പെടുന്നതാണ്. 10 വയസ്സുള്ള കുട്ടി മുതൽ 87 ഹോളോകോസ്റ്റിനെ അതിജീവിച്ച ആൾ. അന്നത്തെ ഹിറ്റ്ലറിന്റെ ഹോളോകോസ്റ്റിനെ അതിജീവിച്ച ആൾ. ആ പാടെ 1,16,000 ജൂതന്മാർ അവിടെ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഓർക്കണം, ഈ ഓസ്ട്രേലിയ മറ്റ് രാജ്യങ്ങൾ പോലെ ഒരു പ്രത്യേകിച്ച് മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ പോലെ ഒരു ഭീകര ആക്രമണ ഭീഷണി ഉള്ള രാജ്യമാണ്. വലിയൊരു രാജ്യമാണ്. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് 80 ലക്ഷം പേര് തെറ്റാ, 2.3 കോടി ജനങ്ങളുണ്ട്. അപ്പം ചെറിയ രാജ്യമാണ്, വലിയ രാജ്യമാണ്, പക്ഷേ ചെറിയ ജനസംഖ്യയാണ്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ജനസംഖ്യ ഇല്ല, പക്ഷേ ഭൂമിശാസ്ത്രപരമായിട്ട് എന്തായാലും പടുകൂറ്റനാണ്. ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്കൊക്കെ പോകാൻ വലിയ ദൂരമാണ്. ഇപ്പം ഞാൻ അടുത്ത മെയിൽ പോകുന്നുണ്ട്. ഞാൻ മെയിലേക്ക് ഒരാഴ്ച ഞാൻ ഓസ്ട്രേലിയയിലുണ്ടാവും. അപ്പോൾ ഈ ഓസ്ട്രേലിയ കുടിയേറ്റക്കാരെ പൊതുവെ വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഒരുപാടുണ്ട്, ഏറ്റവും അധികം നില ഒരുപാടുണ്ട്. മലയാളികൾ 5000-6000 ഒക്കെ ഓരോ ടൗണിലും ഉണ്ട്. മേജർ ടൗണിലെല്ലാം ധാരാളം മലയാളികളുണ്ട്. ഈ 5 അതായത് 2023 മാത്രം ഈ രാജ്യത്തേക്ക് 6.25 ലക്ഷം കുടിയേറ്റക്കാർ വന്നു. കോവിഡിന് ശേഷം 6.25 ലക്ഷം പേര് വന്നു. കൂടുതലും ഇന്ത്യക്കാരും ഫിലിപ്പിനോകളും ചൈനക്കാരുമാണ് ഈ 3 രാജ്യങ്ങളിൽ ആൾ വരുന്നത്. അവർ കുടിയേറ്റക്കാരോട് വളരെ അനുകൂലമായ ഒരു നിലപാടെടുക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ ഇവന്മാർ കയറി ബോംബ് പൊട്ടിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കത്തിയെടുത്തു എന്ന് പറഞ്ഞ് ഭീകരമായ അവസ്ഥ. അച്ഛനും മോനും കൂടെ ഞാൻ പറഞ്ഞത്, എന്താണ് ഇവന്മാരുടെ അസുഖം? യഥാർത്ഥത്തിൽ ഇവന്മാരുടെ അസുഖം എന്താണ്? ഇവന്മാർ എന്തിനാണ് ആദ്യം ഈ ഒരാളെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തണം. സകല മത നേതാക്കളും ഒരുമിച്ച് നിന്നിട്ട് മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നവർക്ക് സ്വർഗമില്ല, അവനെ കാത്തിരിക്കുന്ന നരകമാണെന്ന് അടിച്ചേൽപ്പിക്കണം. ആദ്യം ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യേണ്ടത്
വേറൊരുത്തനെ കൊന്നിട്ട് സ്വർഗത്തിൽ കിട്ടാം, അത് ജിഹാദാണ് എന്ന് പറയുന്നത് തെറ്റാണ്, അസംബന്ധമാണ് എന്ന് ഒരു നിലപാടെടുത്ത് ഒരു വലിയ ഡിക്ലറേഷൻ ലോകത്തെ എല്ലാ രാജ്യങ്ങളും, സൗദി അറേബ്യയും ഇറാനും ഒക്കെ നേതൃത്വം കൊടുക്കുന്നവർ ഒരുമിച്ച് നിന്നൊരു ഡിക്ലറേഷൻ നടത്തണം. ഒരു നിരപരാധിയുടെ ജീവൻ എടുക്കുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ പോവില്ല, അവനെ കാത്തിരിക്കുന്ന നരകമാണെന്നുള്ള ഡിക്ലറേഷൻ നടത്താതെ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കും. മാത്രമല്ല ഇവിടെ ഈ ഓസ്ട്രേലിയ പോലെ രാജ്യത്ത് ഇങ്ങനെ സംഭവിച്ചാൽ വലിയ, ഒന്നാമത് ഈ പാശ്ചാത്യ ലോകത്ത് മുഴുവൻ ഈ കുടിയേറ്റ വിരുദ്ധ വികാരം നിൽക്കുകയാണ്. തീർച്ചയായും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ബ്രിട്ടൻ പോലും ഇപ്പോൾ അവരെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കും. ബ്രിട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രിട്ടനൊന്നും അവരുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ട്രംപ് എപ്പോഴും പറയുന്നത് ഒരു 25 കൊല്ലമോ 30 കൊല്ലമോ കഴിഞ്ഞാൽ ബ്രിട്ടൻ അല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം ലണ്ടനിലെ ചില ഏരിയകൾ, ബെർമിംഗ്ഹാമിലെ ചില ഏരിയകൾ, അല്ലെങ്കിൽ ബ്രാഡ്ഫോർഡ് എന്ന് പറഞ്ഞ വടക്കൻ ഇംഗ്ലണ്ടിലൊരു സ്ഥലമുണ്ട്, അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം വെള്ളക്കാർക്ക് പ്രവേശനമില്ലാത്ത ഏരിയകളാണ്. അധിനിവേശം നടത്തിയിരിക്കുകയാണ്. അവിടേക്ക് ആർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല, അവിടെ നിയമം വേറെയാണ്. അത്തരത്തിലേക്ക് ഇവരിത് വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഓസ്ട്രേലിയ പോലെ രാജ്യത്തുകൂടി ഈ ഭീതി പടരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് എന്തായാലും. മാത്രമല്ല ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 തോക്കുകളെ ഒരു മനുഷ്യൻ വിറങ്ങോടെ പിടിക്കുന്നുണ്ട്. അയാൾ പക്ഷേ എന്നിട്ട് തിരിച്ചു വന്നിട്ട് ആ തോക്കും കൊണ്ട് വെടിവെച്ചില്ലല്ലോ, അതായത് അറിയില്ല, അയാൾ തോക്ക് വെച്ച് പരിചയമല്ല. ഞാനത് എല്ലായിടത്തും ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ശരിക്കും നമ്മൾ വെടിവെക്കുമ്പോൾ അത് അടിസ്ഥാന ധാരണയില്ലാതെ വെടിവെച്ച ഒന്നും പിടിക്കില്ല. അയാൾ വെടിവെച്ചില്ല, അയാൾ തോക്കിനെ ചൂടെ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ അയാളൊരു മുസ്ലിമാണ്. അയാളെ ചാടി വീണ് ഈ കിളകറിയും പിടിക്കുകയാണ്, പിടിച്ച് തോക്ക് പിടിച്ചു വാങ്ങിക്കണം, ധൈര്യം സമ്മതിക്കണം. മറ്റോ വെടിവെച്ചു ഇയാളെ. ഇയാളെ ഒരുത്തരക്കാർ പിടിക്കും, മറ്റോ ഇയാളെ കയ്യിൽ അല്ല, ഈ അച്ഛനും മോനും ആണല്ലോ. അച്ഛനാണ് ആദ്യം വെടിവെറ്റി വീണത്, അതാ രണ്ടാമത്. എന്തായാലും ഇതിൽ ഒരുത്തൻ ഇയാളെ കയ്യിൽ വെടിവെച്ചു. പക്ഷെ അയാൾ ആശുപത്രിയിലാണ് ഇപ്പോഴും. പക്ഷെ എന്നാലും അയാൾ കയ്യിലേ ഉള്ളൂ, വലിയ ഗുരുതര പ്രശ്നമില്ല. എന്നാലും അയാൾ പഴക്കച്ചവടക്കാരനാണ്, അവിടെ റോഡ് സൈഡിൽ അങ്ങനെ പഴക്കച്ചവടം നടത്തുന്ന ഒരു മനുഷ്യനാണ്. എന്നാലും ധൈര്യമായിരുന്നു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എല്ലാവരും വെച്ചയാളാണ്. പോറയൊക്കെ പിടിച്ച് തോക്ക് വെച്ച അത് മറ്റോ തോക്ക് വെച്ചോണ്ട് അപ്പുറം നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ മാത്രമല്ല തോക്ക്, അതാവാരം തന്നെ. എനിവേ, എന്തായാലും ഓസ്ട്രേലിയയും ഈ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോകുന്നു എന്നത് വളരെ സങ്കടകരമാണ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോ കണ്ടിരുന്നു, ഈ BJPക്ക് പുതിയൊരു വർക്കിംഗ് പ്രസിഡന്റ് വരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് വളരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഗംഭീര സംഭവമാണെന്ന്. ഈ സംഖ്യയാണെന്ന് ആൾ പറയുന്ന വല്ല കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ പലപ്പോഴും ഈ അടിസ്ഥാനപരമായി ഞാനൊരു കാര്യം പറയും, അടിസ്ഥാനപരമായി ഞാൻ BJP കാരനല്ല, സംഖ്യയല്ല. പക്ഷേ ഈ സംഘവിരുദ്ധരും BJP വിരുദ്ധരും ഇത് സമ്മതിക്കത്തില്ല, സംഖ്യകൾ സമ്മതിക്കത്തില്ല. ഇപ്പം ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞാൽ സംഖ്യകൾ സമ്മതിക്കത്തില്ല. അതേസമയം സംഘവിരുദ്ധർ ഞാൻ സംഖ്യയല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. പലരും വിളിക്കും അവർ. കാരണം എന്നോട് ഞാനിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം മേയറുമായി ബന്ധപ്പെട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പം അതിനെക്കുറിച്ച് എവിടെയോ ഒരുത്തന്നിട്ട് BJP സംഖ്യകളുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഷാജൻ അസ്കറിയ എന്ന് പറഞ്ഞാണ് എന്നെക്കുറിച്ച് ഇട്ടിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ BJPക്കാരെ ഞാൻ സംഖ്യ സമ്മതിക്കില്ല, BJP വിരുദ്ധരെ ഞാൻ സംഖ്യയല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. യഥാർത്ഥത്തിൽ എനിക്ക് BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും ഉള്ള പരിചയം അത്രേ ഉള്ളൂ, അവരോടും ഉള്ളൂ. അതിപ്പം കോൺഗ്രസ് നേതാക്കളെ അറിയാം, BJP നേതാക്കളെ, CPM നേതാക്കളെ നന്നായി അറിയാമായിരുന്നു. ഈ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നത് വരെ എനിക്ക് CPM നേതാക്കളുമായി നല്ല ബന്ധമായിരുന്നു. എന്തിനേറെ പിണറായി വിജയനുമായിട്ട് പോലും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ AKG സെൻറ്ററിൽ പോയി അദ്ദേഹത്തെ കാണുമായിരുന്നു, പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ. ഇപ്പം ഞാൻ ഒരിടത്തും പോക്കില്ല. അതിനുശേഷം ഞാൻ ഒരിടത്തും പോയിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ പോലും ഞാൻ ഒരു തവണ കയറിയിട്ടില്ല, മറ്റേ വെള്ളപ്പൊക്കത്തിന് പണം കൊടുക്കാനായിട്ട്, അല്ല ഞാൻ കയറിയിട്ടില്ല. ഇതേ അവസ്ഥയുള്ളൂ. പക്ഷേ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തികളും കാണുമ്പോൾ നമുക്ക് അഭിമാനവും തോന്നുകയും അഭിനന്ദിക്കാതിരിക്കാൻ വയ്യാതിരിക്കുകയും ചെയ്യും. കറക്റ്റ് എക്സാക്ട് പ്രൊഫഷണലിസമാണ്. അതിന് പ്രൊഫഷണലിസമാണ്. മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാര്യം എടുക്കും, നമുക്ക് നിതിൻ നബിൻ അയാൾ പറയാം. സത്യത്തെ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് വാർത്ത കാണുമ്പോൾ എനിക്കത് ആദ്യം ആരും മനസ്സിലായി, എനിക്കൊരു പിടിയും കിട്ടില്ല ആരാണെന്ന്. പിന്നെ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ബീഹാറിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് എന്ന് മനസ്സിലായത്. 45 വയസ്സേ ഉള്ളൂ. അങ്ങനത്തെ ഒരാളിനെ പിടിച്ച് BJPയുടെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അടുത്ത പ്രസിഡന്റാണ്. BJPയുടെ നോർമൽ പഴയ ഒരു രീതി അനുസരിച്ച് നോക്കാം. അല്ല, അങ്ങനെ തന്നെയാണ്. ഒരാളെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുന്ന പ്രസിഡന്റ് ആക്കുന്നതിനാണ്. രാജ്മോഹൻ, ഈ നിതിൻ നബിനെക്കാട്ടിലും അറിയപ്പെടുന്ന 1000 നേതാക്കൾ BJP കാണും. കുറഞ്ഞത് നമ്മുടെ സുരേന്ദ്രൻ അതിനേക്കാൾ പേര് കാണും, ഇല്ലേ? K സുരേന്ദ്രൻ അതിനേക്കാൾ പേര് കാണും. അതായത് കേന്ദ്രമന്ത്രിമാരും മുൻ കേന്ദ്രമന്ത്രിമാരും എടുക്കുക, കേരളത്തിലെ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, അതുപോലെ BJPയുടെ മുൻ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും എടുക്കുക. രണ്ടുമുണ്ട്. ദേശീയ ഭാരവാഹികളായിരുന്ന ആളുകൾ, ദേശീയ തലത്തിൽ
ഉന്നത പദവിയിലിരുന്ന ആളുകൾ, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ പ്രസിഡൻ്റായിരുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കുറഞ്ഞത് 1000 പേര് BJP ലിസ്റ്റ് അവിടെ കാണും. BJP-യിൽ ഈ നിതിൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മുകളിൽ കാണും. ഓർക്കണം, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആരാണ് ഈ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ളത്? രാജ്നാഥ് സിംഗ്, LK അദ്വാനി, AB വാജ്പേയി. ഇങ്ങനെ രാജ്നാഥ് സിംഗ്, നമ്മൾ JP നദ്ദ വരെ, അമിത്ഷാ, നഡ്ഡെ വന്നിരിക്കുന്നു. അടുത്താണ് നിതിൻ ഒരാൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് BJP-യുടെ നിലനിൽപ്പിൻ്റെ ഒരു ഘടന. ഇത് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ഇപ്പം അദ്ദേഹം നാളെ അദ്ദേഹം BJP ദേശീയ അധ്യക്ഷനായി നിരിക്കട്ടെ. അങ്ങനെ 45 വയസ്സാണ് ഇതിൻ്റെ പ്രായം. കോൺഗ്രസ് അധ്യക്ഷൻ്റെ പ്രായം എത്രയെന്ന് അറിയാമോ? 83 വയസ്സ്. ശരത് പവാർ 85, നമ്മുടെ ചെറുപ്പക്കാരി തരുന്ന മായാവതി 71, സ്റ്റാലിൻ 72 വയസ്സ്. ഈ കൂട്ടത്തിൽ ഒരു ദേശീയ അധ്യക്ഷൻ ഒരു 45 വയസ്സുകാരൻ വരിക എന്ന് പറയുന്നത്, അതും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ്. അത് രാജ്മോഹൻ ഈ കാർഗയുടെ കാര്യം പറഞ്ഞു, അവരൊക്കെ എന്ന് പറഞ്ഞ പേരിന് വേണ്ടി ഇരിക്കുന്നതല്ലേ ഉള്ളൂ. കാർഗയ്ക്ക് AICC പ്രസിഡന്റ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു 2 തരത്തിൽ ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ AICC യോഗം ചേർന്നിട്ട്, അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നിട്ട് ഒരു തീരുമാനം. രണ്ടിനും പറ്റത്തില്ലല്ലോ. പണ്ട് സീതാറാം കേസിൽ അങ്ങനെ തീരുമാനിച്ചപ്പോൾ അല്ല, ഒന്നുകിൽ നമ്മൾ 2 തരത്തിലാണ്. ഒന്നുകിൽ നമ്മൾ പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അപ്പർ കമ്മിറ്റി, ഇവരുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു കാര്യം ചർച്ച ചെയ്തിട്ട് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനിക്കും. ഇത് രണ്ടും ഖാർഗെയ്ക്ക് പറ്റത്തില്ല. ഖാർഗെ ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പറയും ചെയ്യും, അല്ലെങ്കിൽ വേണുഗോപാൽ പറയും ചെയ്യും. രാഹുലിനെക്കാട്ടിലും വേണുഗോപാലിനെക്കാട്ടിലും ദുർബലനാണ് ഖാർഗെ. അപ്പം ഇതാണ് നമ്മുടെ നാട്ടിലെ അധികാരമില്ലാത്ത പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥ. അവിടെയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് മോദിയും അമിത്ഷായുമാണ്. അതെ, അതിലൊരു തെറ്റുമില്ല. ജനാധിപത്യത്തിൻ്റെ അകത്ത് തന്നെ ഒരു പവർ ബ്ലോക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ആ പവർ ബ്ലോക്ക് അവരുടെ താല്പര്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ചോദ്യം. ജനാധിപത്യം എന്ന് പറയുന്ന സാധനം എല്ലാവരെയും പരിഗണിക്കുക, എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും അക്കമഡേറ്റ് ചെയ്യുക. അതേസമയം പൂർണ്ണ ജനാധിപത്യത്തിൻ്റെ പേരിൽ അഴിച്ചുവിട്ടാൽ അടിപിടിയാവും. നമ്മുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ ഒക്കെ അവസ്ഥയിൽ എല്ലാവരും ഞാനാണ് വലുത് അല്ല, ഈ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തെ കുറിച്ച് പറയുമ്പോഴേ ആദ്യം ഇന്ത്യയിലെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആരായിരുന്നു അറിയാമോ? കമലാവതി ത്രിപാഠിയായിരുന്നു ഇന്ദിരാതിര കാലത്ത്. പക്ഷേ കമലാവതി ത്രിപാഠിക്ക് ഇരുന്നിട്ട് എണീക്കണമെങ്കിൽ 3 പേര് പിടിച്ച് എണീപ്പിക്കണമെന്ന് പറയും. അപ്പം അങ്ങനെ അത് വർക്ക് ചെയ്യാത്ത വർക്കിംഗ് പ്രസിഡന്റ് എന്നാണ് അന്ന് കളിയാക്കി പറയുമായിരുന്നത്. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ മോദി അമിത്ഷാ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ഇവർ 2 പേരും ഒരിക്കലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുക്കാറില്ല. ഈ സംഘപരിവാറിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയാണ് എടുക്കുന്നത്. എനിക്ക് RSSനോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്, RSSൻ്റെ ഭാഗമായി നിൽക്കുന്ന BJP ആയിരക്കണക്കിന് നേതാക്കളെ വളർത്തിയെടുക്കുന്നു. ഞാൻ പറഞ്ഞ കോൺഗ്രസ് പാർട്ടി നേരിടുന്നതിപ്പോൾ നേതാക്കളേ ഇല്ല. ആരാണ് കോൺഗ്രസ് നേതാവുള്ളത്? കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഈ പുതിയ പിള്ളേരെ നേതാവായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി കുറേ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേര് വന്നിട്ടുണ്ട്. ഇനി ഇവരെ കൈപിടിച്ച് കൊണ്ടുവരിക, അവരൊക്കെ അടുത്ത സ്റ്റെപ്പ്. ഇപ്പം വൈഷ്ണവ് സുരേഷ് ആണെങ്കിലും ശരി, കോട്ടയത്ത് 23 അവർക്കൊക്കെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ അവർക്ക് കയറാൻ പറ്റും. പക്ഷെ അത്തരത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആരാണ്? നമ്മൾ കേട്ടിട്ടുള്ള പഴയ കുറേ മുഖങ്ങളല്ലാതെ ആ പഴയ മുഖങ്ങൾ തന്നെ വിട്ടുപോകും. പാർജൻ സിംഗ് പോയി, പ്രണബ് മുഖർജി പോയി, P ശിവശങ്കർ, K കരുണാകരൻ എല്ലാം പോയി. ദേശീയ തലത്തിലെ കോൺഗ്രസിന്റെ ശക്തന്മാർ മുഴുവൻ പോയി. അല്ല, അത് കഴിഞ്ഞ് പുതുതായിട്ട് അവശേഷിച്ചിരുന്ന നേതാക്കളും ഈ കപിൽ സിബൽ താവട്ടിലെ സകലരും പോയി. എന്തിനേറെ നമ്മുടെ കശ്മീരിലെ ആ പുള്ളി പോലും പോയി. ഗുലാം നബി ആസാദ്, കേരളത്തിന്റെ ചുമതല പുള്ളിക്കായിരുന്നല്ലോ. ഗുലാം നബി ആസാദ് പോലും എത്രയോ വർഷം ആലോചിച്ചു. കോൺഗ്രസിലെ ഒരു ആഠ്യത്തോളം ഒരു നേതാവായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഗുലാം നബി ആസാദ് ആയിരുന്നു. അഹമ്മദ് പട്ടേലിന്റെ മകനും കോൺഗ്രസിനെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയി അവിടെ. ഇതാണ് കോൺഗ്രസ് അവസ്ഥ. എന്നിട്ട് ഇവർ പറയുകയാണ് ഇവിടെ വോട്ട് ചോരിയാണ്, അതാണ് ഇത്. യഥാർത്ഥത്തിൽ BJPയുടെ ഞെട്ടിക്കുന്ന രീതി ഉണ്ടല്ലോ രാജ്മോഹൻ, അസാധാരണമാണ്. കാരണം എവിടെ നിന്ന് ബീഹാർ പോലൊരു അതിനകത്ത് വേറൊരു ലക്ഷ്യം കൊണ്ടുണ്ട്. ഈസ്റ്റിൽ നിന്ന് ഇവരെപ്പോഴും ഈ ഉത്തർപ്രദേശ് ഓറിയന്റഡ് ഭൂമി എന്നുള്ളതാണല്ലോ. ഡൽഹി, ഉത്തർപ്രദേശ്, പിന്നെ ഗുജറാത്തിലേക്കൂടെ വന്നു. കാരണം ഗുജറാത്ത് ഇപ്പം മോദി അമിത്ഷാ വന്നപ്പോൾ. പക്ഷേ ബാക്കി ഭാഗങ്ങളെ അവർ കൺസിഡർ ചെയ്തുകൊണ്ട് ഈസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട്, ബീഹാറിൽ നിന്ന് മാത്രമല്ല ഈസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് വന്നു. അപ്പോൾ ഈ ബീഹാർ ഇവരെ സംബന്ധിച്ചിടത്തോളം നിർണായകം. അതിനാണ് ബീഹാർ ഇത്രയധികം അധ്വാനിച്ചിട്ടുള്ളത്. ഇവർക്ക് ഈ ലോങ് ടേമിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്ന 3 സംസ്ഥാനങ്ങളാണ്. 1 ഉത്തർപ്രദേശ്, 2 ബീഹാർ, 3 മഹാരാഷ്ട്ര. ഈ 3 സംസ്ഥാനങ്ങളിൽ BJPക്ക് ചില സ്ട്രാറ്റജികളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3 സംസ്ഥാനങ്ങളാണ്.
ഈ 3 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത, ഈ 3 സംസ്ഥാനങ്ങളും ഓരോ രാജ്യം എന്ന നിലയിൽ വളരാനുള്ള സ്കോപ്പ് മിച്ചം കിടക്കുക. ഇപ്പം മഹാരാഷ്ട്ര ബോംബെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, കേരളത്തിൽ കണ്ണൂർ എയർപോർട്ടുണ്ട്, കരിപ്പൂർ എയർപോർട്ടുണ്ട്, കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഇപ്പോൾ ഇവിടെ ആറന്മുള പണി അല്ല മറ്റേ ശബരിമല പണിയാൻ പോകുന്നു. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞ മഹാസംസ്ഥാനത്തെ മുംബൈയിൽ ഇപ്പോൾ 2ാമതൊരു എയർപോർട്ടുണ്ട്. പൂനെയിൽ എയർപോർട്ടിൽ അറിയാമോ? പൂനെ എയർപോർട്ടില്ലേ? പൂനെയിൽ നേവിയുടെ ഒരു എയർപോർട്ട്, ഒരു എയർബേസിൻ്റെ അകത്ത് കൊച്ചിയിലെ പഴയ കൊച്ചി എയർപോർട്ട് പോലെ നേവിയുടെ ഒരു എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൽ ആണ് നമ്മൾ തൽക്കാലം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രസം എന്താണെന്ന് വെച്ചാൽ നേവി ആയിട്ട് എന്ത് കാര്യമുണ്ടെങ്കിലും ആ സെക്കൻഡിൽ ഇവരുന്ന് ഒഴിപ്പിച്ചോളൂ. അന്നില്ല. അവിടെ പൂനെ എയർപോർട്ട് നമുക്ക് ഊരർപ്പിച്ചു പോകാൻ പറ്റില്ല. അതേസമയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട IT ഹബ്ബുകളിൽ ഒന്നായി മാറുവാണ് പൂനെ എയർപോർട്ട്. ഒരു പുതിയ എയർപോർട്ട് പണിയാൻ തീരുമാനിച്ചിട്ട് 25 കൊല്ലമായി. ഇതുവരെ ആ പുതിയ എയർപോർട്ടിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞിട്ടില്ല. ഓർക്കണം, ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായ പൂനെയിൽ ഇതുവരെ സ്വന്തം എയർപോർട്ടില്ല. ഇനി മഹാരാഷ്ട്രയിൽ എവിടെയാണ് എയർപോർട്ട്? നാഗ്പൂർ ഉണ്ടായിരിക്കുമല്ലേ? വല്ല ചെറുതായിട്ടെങ്കിലും ലാൻഡ് ചെയ്യുന്ന എന്തെങ്കിലും ചെറിയ എയർപോർട്ട് ഉണ്ടെന്നല്ലാതെ ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ല. ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെ വേറെ ഇല്ല. ആലോചിച്ച് നോക്കിയേ, പൂനെയുടെ സ്ഥിതി ഇതാ ഞാൻ പറഞ്ഞത്. ബോംബെ ഇപ്പോൾ 2ാമത് നവി മുംബൈയിൽ ഒരു എയർപോർട്ട് വന്നു. കാരണം താങ്ങാൻ കഴിവില്ലാത്തത് കൊണ്ടുവന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞു, ഈ മഹാരാഷ്ട്രയും ബീഹാറും ഉത്തർപ്രദേശിലും വളർച്ചയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചില്ലറില്ല. കാരണം അതൊക്കെ അപ്പം വലിയ സ്റ്റേറ്റുകളാണ്, ഒരുപാട് ജനസംഖ്യയുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഭാവി ഇന്ത്യയുടെ ഹാർട്ടാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്ന 3 സ്റ്റേറ്റുകൾ. ഒന്ന്, ഈ വളർച്ച തീരെ കുറവുള്ള സ്ഥലങ്ങൾക്ക്, ഇപ്പോൾ പൂനെയിലൊക്കെ, മഹാരാഷ്ട്രയിൽ ബോംബെ പോലുള്ള സ്ഥലം ഒഴിച്ച് അങ്ങോട്ട് ഉൾനാടൻ പ്രദേശങ്ങളെ കഷ്ടമാണ്. അപ്പോൾ ഈ വളർച്ചയ്ക്ക് സ്കോപ്പ് ബാക്കി കിടക്കുന്ന സ്ഥലം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ബ്രിട്ടനിലെ നമ്മുടെ ചണ്ഡീഗഡ് സിറ്റി, അതുപോലെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാം, അങ്ങോട്ട് ജനങ്ങളെ പാർപ്പിക്കാം. അപ്പോൾ ഒരു പെട്ടെന്നൊരു സിറ്റി അവിടേക്ക് കൊണ്ടുപോകാം. അങ്ങനെ വളർത്തിയെടുക്കാനുള്ള സ്കോപ്പുണ്ട്. 2, ഇവിടുത്തെ ജനസംഖ്യയുടെ ആധിക്യം മൂലം ഇവിടുത്തെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഈ 3 സ്റ്റേറ്റിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ കിട്ടിയാൽ രാജ്യം ഭരിക്കാവുന്ന അവസരം. പുതിയ പാർലമെൻറ്റ് വന്ന് 740 പാർലമെൻറ്റ് സീറ്റ് വന്നിരിക്കുന്ന കാര്യം ഇനി വൈകാതെ അടുത്ത സെൻസസ് കഴിയുമ്പോൾ, ഇനിയിപ്പോൾ സെൻസസ് വരുമല്ലോ, ഈ സെൻസസ് കഴിയുമ്പോൾ മണ്ഡല പുനർവിഭജനം വരും. ഈ മണ്ഡല പുനർവിഭജനം വരുമ്പോൾ ഈ 3 സ്റ്റേറ്റ് മാത്രം കിട്ടിയാൽ ഇന്ത്യ ഭരിക്കാം. അത് മഹാരാഷ്ട്രയും ബീഹാർ ഉത്തർപ്രദേശും മാത്രം കിട്ടി ഇന്ത്യ ഭരിക്കാം. ഞാൻ പറഞ്ഞ് BJP ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതേസമയം അപ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അപകടമുണ്ട്. അതായത് ഇപ്പം ഈ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത്, ഇത്രയും ജനസംഖ്യയുള്ള രാജ്യത്ത് ഈ പറയുന്ന എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഭീകരവാദം ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ കശ്മീരിൻ്റെ പ്രശ്നമുണ്ട്, നമുക്ക് നോർത്ത് ഈസ്റ്റിൽ നമുക്ക് പ്രശ്നമുണ്ട്, അവിടെ പല എല്ലാ രാജ്യങ്ങളിലും ഈ പറയുന്ന ഒരു ഇൻ്റഗ്രേഷൻ സാധിക്കാതെ വരുമ്പോൾ, ഇപ്പം തമിഴ്നാട്ടിലെ ഈ തമിഴ്നാടൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാവാം. കാരണം ഈ ശ്രീലങ്കയിലേക്ക് താമസിപ്പിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയ മനുഷ്യരാണ് ആ രാജ്യത്ത് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനമായ തമിഴ്നാട്ടിൽ വേണമെങ്കിൽ ഒരു പ്രശ്നം രൂപപ്പെടാം. എന്ന് മാത്രമല്ല, ഇന്ത്യയെ ശിഥിലീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ എന്താ കട്ടിങ് സൗത്ത് എന്നുള്ള സങ്കല്പമായിട്ട് വരുന്നുണ്ടല്ലോ, സമ്മേളനം നടത്തുന്നത്. അപ്പോൾ അത്തരം പശ്ചാത്തലത്തിൽ ഇവർ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ടുള്ള ഇവരുടെ ചില വഴികളുണ്ട്. അതുകൊണ്ടാണ് അണ്ണാമലയ്ക്ക് ഈ IPS നിന്ന് രാജിവെച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് മറ്റേ അസാമിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് വിട്ട് അവരെടുത്താണ്. അങ്ങനെ ഇവർ എലക്ട് ചെയ്ത് ഞാൻ ഈ BJPയുടെയും RSSൻ്റെയും ഒക്കെ പ്രത്യേകത, രാജ്യത്തെ മൊത്തമായി കണ്ട് ദീർഘകാലം ഒരു ഭാവി പ്ലാൻ ഇട്ടിട്ട് അവർ ഓരോ സ്റ്റേറ്റിലും നേതാക്കളെ കണ്ടെത്തും, ഓരോ തന്ത്രങ്ങൾ അതുള്ള ബീഹാറിൽ ആസാമിൽ അയാളെ കൊണ്ടുവന്നാക്കിയത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാഷ്ട്രപതി തിരഞ്ഞെടുത്തതാണെങ്കിലും എല്ലാ കാര്യത്തിലും ആലോചിച്ച് നോക്കൂ. രാഷ്ട്രപതി, ഞാൻ പറഞ്ഞത് ST എന്ന് പറയുന്ന വിഭാഗം, ST എന്ന് പറയുന്ന വിഭാഗം അടിസ്ഥാനപരമായി നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ മലയരയ വിഭാഗത്തിൽപ്പെട്ട ST മാരുണ്ട്. മലയരയ വിഭാഗം, ഈ മലയരയ ST മാരെന്ന് പറഞ്ഞാൽ അവരെ പേപ്പറിൽ ST ആണെന്നേ ഉള്ളൂ. ഒറിജിനലി അവർ പരമ്പരാഗതമായ ST ആണ്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു 150 വർഷം മുമ്പ് വരെ ഈ മലയരയ വിഭാഗത്തിൽപ്പെട്ട കാട്ടിൽ താമസിച്ചിരുന്നവരാണ്. അത് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ബേസിൽ മെഷീനൊക്കെ ഉണ്ടല്ലോ,
കോട്ടയത്തെ ആ ഇതിന്റെ പേരെന്നാ ഒരു ഇംഗ്ലീഷുകാരന്റെ പേരിൽ എന്തൊക്കെ റോഡും ഒക്കെ ഉണ്ട്. ബേക്കറാന്ന് തോന്നുന്നു. ബേക്കറാന്ന് തോന്നുന്നു. അല്ല ഒരു 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 ബേസിൽ മിഷൻ പറഞ്ഞ സാധനം. അപ്പൊ ആരാണ്ട് ഞാൻ പേര് മറന്നു. CMS ഒക്കെ തുടങ്ങിയ ആളുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അവര് ഞാൻ ഇപ്പോഴും ഒരു പുസ്തകം വായിച്ച ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇവർ ഈ ദളിതരെയാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയായിരുന്നു അവർ കൂടുതലും പഠിപ്പിച്ചിരുന്നതും വളർത്തിയിരുന്നതും മാനസാന്തരപ്പെടുത്തിയിരുന്നതും ഒക്കെ. ഈ സമയത്ത് വിദ്യാഭ്യാസം തരുമോയെന്ന് ചോദിച്ച് ഈ മുണ്ടക്കയം ഭാഗത്തുനിന്ന് കാട്ടിൽ താമസിക്കുന്ന കുറേ മനുഷ്യർ ഇവർ കാണാൻ വരുവാണ്. ഇവർക്ക് അടുത്ത് വന്ന് വർത്താനം പറയാൻ ധൈര്യം പോലും ഇല്ല. കാരണം ഇവരൊക്കെ ഈ കാടിൻ്റെ മരത്തിൻ്റെ മണ്ടയിലും മറ്റേ അങ്ങനെ രൂപപ്പെട്ട ഇവരവിടെ പോയി മുണ്ടക്കയത്തൊക്കെ പോയി ഈ ചെറിയ പുഴകളൊക്കെ കടക്കാൻ പ്രയാസം അപ്പുറം ഇരുന്നുകൊണ്ടൊക്കെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് കൊണ്ടുവന്നാണ്. അവരുടെ വിഭാഗം പക്ഷേ ഇപ്പം ഒരു പുതിയ തലമുറയായി കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരും ജോലിയുള്ളവരും എല്ലാവരും തന്നെ ജോലിയുള്ളവരും മാത്രമല്ല പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞ ഇപ്പം SC വിഭാഗത്തിൽപ്പെട്ടവരുടെ കാണുമ്പോൾ അവരുടെ നിറവും ഒക്കെ അവരുടെ ഒരു വംശത്തിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ST വിഭാഗത്തിൽപ്പെട്ട പലരെയും കാണുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യത്തില്ല. ഇത് മാത്രമല്ല അവർ ക്രിസ്ത്യാനികളുമാണ് പലരും. കേട്ടിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലാണ് ഇവർ. അതിനും എന്തോ കാരണം. അപ്പം ഇനി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മിക്കവരും ST ആണ്, പക്ഷെ അവർ ക്രിസ്ത്യൻസാണ്. ഇപ്പം നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പല IPSകാരും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പല അവർ ST ആണ്. കുമ്മനചേട്ടനക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസോറാം വെച്ചപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനികളാണ്, ST ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒഡീഷയിൽ നിന്ന് കൃത്യമായി ഇന്ത്യൻ SC കമ്മ്യൂണിറ്റിയുടെ രൂപം വ്യക്തമാക്കുന്ന ഈ ദളിത് എന്ന് പറയുന്ന ഒരു സമൂഹം, അവരാണ് ഇന്ത്യയുടെ ശക്തി. അവരാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഭാഗം. അവരാണ് ഇന്ത്യയിൽ ഇന്നും ഇത്രയധികം മാറിയിട്ടും ഇത്രയധികം സംവരണം ഉണ്ടായിട്ടും ചവിട്ടി മെതിക്കപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട. കാരണം അവർക്ക് ആരൊക്കെ അവരുടെ സംവരണത്തിന് വരും ബഹളം വെച്ചാലും അർത്ഥമില്ല. അവരാണ് സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട വിഭാഗം. ആ അവഗണിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഒരാളെ തപ്പിയെടുത്ത് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കസേരയെ കൊണ്ടിരുത്തുമ്പോൾ അതിനൊരു സന്ദേശമാണ്. അതായത് ലോകത്തോട് പറയുകയാണ്, നീ ബ്രാഹ്മണനാണെങ്കിലും ശരി, നീ ക്ഷത്രിയനാണെങ്കിലും ശരി, നീ എത്ര ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കരുതുന്നപ്പുറത്തേക്ക് ജാതിയുണ്ട്. നമ്മുടെ ഇവിടെ ജാതി ഇല്ല. എൻ്റെ ഒരു ചേട്ടൻ, ഞാൻ ആ കഥ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ചേട്ടൻ അച്ഛൻ മഹാരാഷ്ട്രയിലെ അച്ഛൻ ഒരു കാര്യം, ഒരു ഫയൽ നീങ്ങുന്നില്ല, എത്രയായിട്ടും ഫയൽ നീങ്ങുന്നില്ല. അപ്പം മന്ത്രിയെ പോയി കണ്ടു മഹാരാഷ്ട്രയിൽ. മന്ത്രി അപ്പം തന്നെ അച്ഛനെ മുമ്പ് വെച്ച് തന്നെ വകുപ്പ് സെക്രട്ടറിയെ IAS വിളിച്ചിട്ടു എൻ്റെ വകുപ്പ് അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ എന്ത് ചെയ്തു? ഇനിയിപ്പോൾ എളുപ്പമാണല്ലോ, മന്ത്രി ഫയർ ചെയ്തു. IAS പറഞ്ഞല്ലേ, ഗവൺമെൻറ് സെക്രട്ടറിയെ. പിറ്റേ ദിവസം ഓഫീസിൽ നിന്നൊരു അവരുടെ മാനേജർ, കാര്യങ്ങൾ നടന്ന് മിടുമിടുക്കനായ മാനേജറെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു, നീ അങ്ങോട്ട് ചെന്നാവെന്ന് പറഞ്ഞു. അവിടെ ചെന്ന ഉടനെ ഈ സെക്രട്ടറി ഇറങ്ങി വന്നു. അച്ഛൻ പറഞ്ഞ ആളല്ലേ എന്ന് പറഞ്ഞു. ഇരിക്കും ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇങ്ങനെ ഇരിക്കുക. നിരവധി ആളുകൾ വരുന്നു, പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. ഇങ്ങനെ മാത്രം വിളിക്കുന്നില്ല, ബാക്കി എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് പുള്ളി ഇടയ്ക്ക് എപ്പോൾ വിളിക്കാം അത് വിശദമായി സംസാരിക്കേണ്ടതുകൊണ്ടാണെന്ന് പറയും. മണിക്കൂറുകൾ അവിടെ ഇരുന്നു, എല്ലാ ഫയലും തീർന്നു. എന്നിട്ട് പറഞ്ഞെടാ, നീ ഒരു പന്ന വാക്കാ പറഞ്ഞത്, ഒരു ദളിതനായ മന്ത്രി ദളിതനാണ്, അയാളെ കൊണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ ചെയ്യിപ്പിക്കുന്നു വിചാരിച്ചു, നിന്നെ ഞാൻ നടത്തിയിരുന്നില്ല, നീ ബാക്കി എന്നെ ചെയ്തോളാൻ പറഞ്ഞു. ആലോചിച്ച് ഒരു ഉദ്യോഗസ്ഥൻ മന്ത്രി പറഞ്ഞതിനെ വെല്ലുവിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഊഹിക്കാത്ത അവസ്ഥ എന്താണ്? മഹാരാഷ്ട്രയിൽ അയാൾ പറഞ്ഞതാണ്. മഹാരാഷ്ട്ര സംബന്ധിച്ച കാര്യം ഇതാണ് ജാതി ചിന്ത എന്ന് പറയുന്നത്. ഇത് പലർക്കും ഈ ജാതി ചിന്തയുടെ ആഴം മനസ്സിലായിട്ടില്ല. അവിടെയാണ് ദ്രൗപദി മുർമുവിനെ ഞാൻ പറഞ്ഞു, ഇത്രയും കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ടോ? അവർ കേരനാരായണ പ്രസിഡന്റ് ആക്കാൻ നോക്കിയപ്പോൾ എന്തുമാത്രം സ്വന്തം പാർട്ടി കേരനാരായണ വെച്ചു. കേരനാരായണ വെച്ചതുപോലും ആ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്രേ ഉള്ളൂ. മാത്രമല്ല KR നാരായണൻ അതിനേക്കാൾ വലിയ യോഗ്യതയുണ്ട്. അദ്ദേഹം എന്തെല്ലാം പദവി വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹം അതിനേക്കാൾ വലിയ യോഗ്യനാണ്. അതും അദ്ദേഹത്തെ ആദ്യം സഹമന്ത്രിയായിട്ടാ വെച്ച്, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സഹമന്ത്രി, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി തന്നെയാണ്. ചൈനയിലെ അമേരിക്കയിലെ അംബാസഡർ ആയിരുന്ന ആളാണ് അദ്ദേഹം. അതുപോലെ അബ്ദുൽ കലാമിനെ വെച്ച് ഇവർ BJP മുസ്ലിം വിരുദ്ധം എന്ന് പറഞ്ഞ ഒരു അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കാൻ BJP ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ
ഇത്തരത്തിൽ ഇവർ സകല മേഖലകളിലും കൃത്യമായി ഇന്ത്യയെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഞെട്ടിക്കലെന്ന് പറഞ്ഞത്. സകല മേഖലയിലും നമ്മുടെ രാജ്യത്തെ അവർ അടയാളപ്പെടുത്തുവാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഈ പറയുന്ന ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ പത്മ പുരസ്കാരങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പത്മ പുരസ്കാരങ്ങൾ ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയ എത്ര ആൾ നമ്മളിപ്പോഴാണ് അറിയണം ഇവർ ഇത്രയും വലിയ കഴിവ് കോൺട്രിബ്യൂട്ട് രാജ്യത്തിന് ചെയ്ത ആളാണെന്ന്. പത്മ പുരസ്കാരമായിക്കോട്ടെ, ഈ ഖേൽരത്ന, അർജുന, കായിക, ഇതൊക്കെ മെറിറ്റ് മാത്രം നോക്കിയാൽ അത്രേ ഉള്ളൂ. ഒരു പുരസ്കാരം അവരുടെ താല്പര്യമുള്ളവരെ കയറ്റുന്നുണ്ടാവാം, പക്ഷെ അതിനപ്പുറത്തേക്ക് അത് മാത്രമായി അവർ പരിഗണിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ തൃശ്ശൂർ കക്ഷി ഉണ്ടായിരുന്നല്ലോ, സുന്ദർ മേനോൻ, പത്മശ്രീ പത്രക്കാർക്കൊക്കെ അയാൾ ഇത് ചെല്ലണ്ട, അവർക്ക് പത്മശ്രീ കിട്ടിയിരുന്ന കാലമാണ്. ഇവിടെ ഒരു മുതലാളിക്കും മരുമോനും പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും മെറിറ്റ് കൊണ്ടുവരികയും എല്ലാ മേഖലയും റെപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിന് കൂട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ BJP ആധുനികവൽക്കരിക്കുന്ന അല്ലെങ്കിൽ BJPക്ക് ഇത്തരത്തിലൊരു മോഡേൺ മുഖം നൽകുന്നതിൽ നമ്മുടെ പ്രമോദ് മഹാജൻ വഹിച്ച വലിയൊരു പങ്കാണ്. ശരിക്കും പറഞ്ഞാൽ BJPയുടെ മാറുന്ന ഒരു മുഖത്തേക്ക് കൊണ്ടുവന്ന ഒരാളും പ്രമോദ് മഹാജൻ. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഇന്നത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മോദിയുടെ സഹോദരി, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു, ഞാൻ അത്ഭുതത്തോടെയാണ് കണ്ടത്. മോദിയുടെ സഹോദരി, ഇളയ സഹോദരി, മൂത്ത സഹോദരിയല്ല, മോദിയുടെ ഇളയ സഹോദരി വാരണാസിയിൽ പോയിട്ട്, മോദിയുടെ മണ്ഡലമാണെന്ന് പറഞ്ഞു, വാരണാസി പോയിട്ട് ഗംഗയെ സ്നാനത്തിന് പോയതാണ്. അപ്പോൾ ആ ഗംഗയുടെ പടിക്കെട്ടുകളിൽ ഇപ്രാവശ്യം ഇരിക്കും ആരാണ്ട് എന്നിട്ട് ആർക്കോ പിടികിട്ടി, ഏതോ ഒരു യൂട്യൂബർക്ക് പിടികിട്ടി. ചെന്നപ്പോൾ അവർ ആണെന്ന് പറഞ്ഞു, ആണെന്ന് പറഞ്ഞു, ഇളയതാന്ന് പറഞ്ഞു. അവരതിൻ്റെ ഇടയ്ക്ക് ആ തേങ്ങ എടുക്കുന്നു, അതെടുക്കുന്നു, ഇതെടുക്കുന്നു ചെയ്തേ. അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചിരിക്കുന്ന സാധനം യൂട്യൂബ് വന്നിരിക്കുക, പോലീസില്ല, പട്ടാളമില്ല, സംരക്ഷണമില്ല, യാതൊന്നുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ, ഞാൻ നേരിട്ട് കണ്ടതാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാര്യ കണ്ണൂരിലേക്ക് പോകുമ്പോൾ ഈ തിരുവനന്തപുരത്തുനിന്ന് വിമാനത്തിലാണ്, കണ്ണൂർ വിമാനമുണ്ട്, കണ്ണൂരിലേക്ക് പോകുമ്പോൾ ADGP അജിത് കുമാറാണ് അകമ്പടി വന്നത്. അവിടെ ചെന്ന് ഇവർ പോയി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ട ഈ മറ്റേ ഈ IPS ട്രെയിനീസ് ഉണ്ടല്ലോ, എന്തുവാ ACPയും ECP എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ അധികം ആൾക്കാരുണ്ട്. അന്ന് കണ്ണൂർ DIG രാഹുൽ ആർ നായർ, കണ്ണൂർ DIG അല്ല, കണ്ണൂർ SP കണ്ണൂർ കമ്മീഷണർ എന്തോ മേഖല DIG ആയിരിക്കും, DIG ആയില്ല അങ്ങേര്. അങ്ങനെ കണ്ണൂർ, എനിക്കത് കണ്ണൂർ SP അങ്ങേരുണ്ട്. ആരെയാ ഈ പിണറായി വിജയൻ്റെ ഭാര്യ വരുമ്പോൾ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. അപ്പം ഞാൻ കൂടെ വന്നു, ഞാനിങ്ങനെ ഞാൻ നാണമില്ലെന്ന് ചോദിച്ചു, ഞാൻ രാഹുൽ ആർ നായരോട് ചോദിച്ചു, നാണമില്ലെന്ന് ചോദിച്ചു. അല്ലല്ല, ഞങ്ങളുടെ ADGP അവർ ADGP കാണാൻ വന്നതാണോ? ADGP അവർക്ക് കമ്പനി വരുന്നു, ഇവരെല്ലാം ADGP കാണാൻ വരുന്നു. കുറേ ഈ നോർത്ത് ഇന്ത്യൻ യുവതികൾ, അവരെല്ലാം ഈ പുതിയ IPSകാരാ, ആയിരിക്കും. ഇവരെല്ലാം കൂടെ വന്ന് പോവുകയാണ്. ഈ ഞാൻ പറഞ്ഞത് അവിടെയാണ് നമ്മൾ പറയേണ്ടത്, മോദിയുടെ പെങ്ങളെ ഒറ്റയ്ക്ക് അവിടെ വന്നിരുന്നു. ഇത്തരത്തിലൊരു ലാളിത്യം അവർക്ക് ജീവിതത്തിൽ. നമുക്ക് എങ്ങനെ BJPയുടെ ഇഷ്ടം തോന്നാതിരിക്കും? കോൺഗ്രസ് പാർട്ടി ഒരു രാഹുൽ ഗാന്ധിയിലും പ്രിയങ്ക ഗാന്ധിയിലും സോണിയാഗാന്ധിയിലും ഇപ്പോഴും വട്ടം കറങ്ങുകയാണ്. ഒറ്റ കുടുംബത്തിന്റെ നെഹ്റു, ഇന്ദിര, രാജീവ്, സോണിയ, രാഹുൽ, പ്രിയങ്ക. ഇപ്പൊ രാഹുൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. പ്രിയങ്കയുടെ മക്കളുണ്ട്, അതുകൊണ്ട് ഗാന്ധിയാക്കും. അതെ, പ്രിയങ്കയുടെ മക്കളെയും ഗാന്ധിയാക്കും. അപ്പം ഞാൻ പറഞ്ഞേ, എന്നിട്ട് ഇവരിവിടെ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി BJP കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കഥയുണ്ടോ? ഒരിക്കലും ഇല്ല. മാത്രമല്ല കൃത്യമായി അവർ അതിൻ്റെ സംഘടനാ സംവിധാനം അതേപടി നന്നായി നിലനിർത്തിക്കൊണ്ട് പോകുന്നു. അത് RSS. ഇവരാരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, RSS എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് അവർ പടിപടിയായി വളർന്നു. അപ്പം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്ന സവർക്കറാണെങ്കിലും ആ സമയത്തുണ്ടായിരുന്ന ഗോൾവർക്കർ, അവരൊക്കെ ഒരു ഘട്ടത്തിന് ശേഷം ഈ സ്വാതന്ത്ര്യ സമര സംവിധാനത്തിൽ പോലും മാറി നിൽക്കാൻ കാര്യം, അവർ ഹിന്ദുത്വ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി അവർ സമയം കണ്ടെത്തിയതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് പോലും മാറി നിന്ന് പടിപടിയായി അടിത്തറയിട്ടിട്ടിട്ടിട്ടിട്ട് ഇതിനൊക്കെ എത്രയോ മുമ്പ് ഇവർക്ക് വേണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാമായിരുന്നു. പിന്നെ അല്ലെങ്കിൽ വേണ്ട, ഇന്ത്യ വലിയ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു രാഷ്ട്രമാണ്, RSS നേരിട്ട് രാഷ്ട്രീയ പാർട്ടി മാറാമായിരുന്നു. പിന്നെ RSS തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? നമ്മളെ സംബന്ധിച്ചുള്ള RSS നേതാക്കൾ ആരെന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. മോഹൻ ഭഗവത്തിനെ മാത്രം അറിയാം, ബാക്കി പലരും ആരും നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ആകെപ്പാടെ വിവാദങ്ങളൊക്കെ വരും. മറ്റേ അജിത് കുമാറിനോട് പോയി കണ്ടു എന്ന് പറയുമ്പോഴാണ് ഹൊസബുള്ള എന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഈ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം അവർ അധികാരത്തിൽ മാറി നിന്ന് രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നേതൃത്വത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതൊപ്പം നല്ല നേതൃത്വത്തെ നിർമ്മിക്കുക. ഈ നേതാക്കന്മാരാണ് BJP എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ വളർന്ന് പന്തലിച്ചു. ഈ നിതിൻ നബിനും 10 വർഷം RSSന്റെ
പ്രവർത്തകനാണ്. അങ്ങനെയുള്ളവരാണ്, അവരാണ് അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗുണമെന്ന് വെച്ചാൽ നാളെ മാറടാന്ന് പറഞ്ഞാൽ മാറും. BJPക്കകത്ത് കേരളത്തിലൊഴികെ എവിടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോര് കേട്ടിട്ടുണ്ട്? ഒന്നുമില്ല. കേന്ദ്രത്തിൽ കർണാടകയിലുണ്ടായിരുന്നു. അത് മുതലാളിമാരുടെ കളിയാ, RSS അല്ല. അത് സ്വർണ്ണഖനി മുതലാളിമാരെ ഏൽപ്പിച്ചപ്പോഴാണ് റെഡ്ഡി ബ്രദേഴ്സ് അവരുടെ. അതേസമയം അല്ലാത്തിടങ്ങളിൽ പ്രോപ്പർ RSSലൂടെ വന്നിരിക്കുന്നിടത്ത് മാറാൻ പറഞ്ഞാൽ മാറി, അത്രേ ഉള്ളൂ. ഒരു ചുമതല ഏൽപ്പിച്ച് എന്നെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ പോയി കഴിയുള്ളൂ. ആ തരത്തിൽ പ്രസ്ഥാനം വളർന്നുകൊണ്ട് വന്നതുകൊണ്ട് ഇവർ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു എന്താ പറയുക, സകലരും ഞെട്ടുവാ. ഞെട്ടാൻ കാര്യം ഇവർക്കാർക്ക് RSSന് അറിയത്തില്ല, BJP അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് കാണുമ്പോൾ രാജ്മോഹൻ നമുക്കെങ്ങനെ ഇവരോട് ബഹുമാനം തോന്നാതെ? തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, ആ ഞെട്ടലിൻ്റെ മറ്റൊരു ഭാഗമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചത്. രാജ്മോഹൻ ആലോചിച്ച് നോക്കി, 2010 മുമ്പ് അവർക്കില്ല, 2010 ഇവർക്ക് 2015 കൊല്ലം മുമ്പ് ഇവർക്കുള്ളത് 6 കൗൺസിലർമാർ, 6 കൗൺസിലേഴ്സ് 2010 അന്നാണ് കേരളത്തിൽ BJP ആദ്യമായിട്ട് ഈ 3 to 5% കടമ കടക്കുന്നത്. BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ 2010 വരെ 3 to 5 ആണ്. ഈ 2010 കോർപ്പറേഷൻ 6 കൗൺസിലർമാരുണ്ടാക്കുകയാണ് അവർ, 6 കൗൺസിലർമാർ. ഈ 6 കൗൺസിലർമാരുണ്ടാക്കിയ BJPയാണ് ഇന്ന് 50 കൗൺസിലർമാരോട് ഭരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരു മിടുമിടുക്കനെ കൊണ്ട്, അത് തന്നെ രാജീവ് ചന്ദ്രശേഖരെ വെച്ചത് എല്ലാവരും ഞെട്ടിച്ചില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ പറഞ്ഞേ, അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല, കേരളത്തെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല, അറിയില്ല. എന്നിട്ട് അയാൾ ആ പദവി വന്നിരുന്നപ്പം എന്ത് സംഭവിച്ചു? കൃത്യമായി ഞാൻ അയാളുടെ സംസാരം പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക, അത് കഴിഞ്ഞേ അടുത്തതുള്ളൂ. അപ്പം ഞാൻ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു വളരെ കൃത്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താല്പര്യമുള്ള നേതാക്കന്മാരൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു. അത് നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ, അവർക്ക് ആ ചുമതലയും കൊടുത്താലേ. അപ്പം 13 നിന്ന് 26 പഞ്ചായത്തുകളുടെ ഭരണം പിടിച്ചു. 13 പഞ്ചായത്തായിരുന്നു നിലവിൽ, 26 പഞ്ചായത്തുകൾ, എത്രയോ ഇടങ്ങളിൽ രണ്ടാമതെത്തി. തിരുവനന്തപുരത്ത് 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്തിരിക്കുന്നത്, പ്ലസ് കാട്ടാക്കട. തിരുവനന്തപുരം കോർപ്പറേഷൻ കീഴിൽ 5, കാട്ടാക്കട വേറെ. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇപ്പം ആരാണ് പുതിയ മേയർ എന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. ആരാണ് മേയർ എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും ഇവർ രംഗത്തിറങ്ങുന്നത്. അതായത് ഇവരിപ്പോൾ പത്രങ്ങൾ, ഞാൻ റിപ്പോർട്ടർ കണ്ടത് രാവിലെ നോക്കുമ്പോൾ പറയുന്നത് രാജേഷിന് മുൻതൂക്കം മോദി തീരുമാനിക്കും. മോദി അമിത്ഷാ ഇടപെടത്തേ ഇല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറാക്കാൻ മോദി തീരുമാനിക്കും, ഒന്നുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റാക്കി വെച്ചിരിക്കുന്നത് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്തെടുക്കാൻ നിശ്ചയിച്ചിട്ടാണ്. ഇവൻ അതിനകത്ത് പിന്നെ ഒരു മോദി തീരുമാനമൊന്നുമില്ല. അതിനകത്ത് പിന്നെ അതിനകത്ത് വേറൊരു കാര്യം, RSSന് താല്പര്യം വേറൊരാളെയാന്ന് പറഞ്ഞു. RSSന് താല്പര്യം ഇവിടെ കൃത്യം താല്പര്യം അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ RSS ആവശ്യമില്ലാത്തൊരു ഇതിനകത്ത് ഇവർ മനസ്സിലാക്കുന്ന കാര്യം, RSS അധികാര രാഷ്ട്രീയത്തിലേക്ക് അധികം താല്പര്യത്തിന് പോകത്തില്ലെന്ന്. ഇപ്പൊ സംസ്ഥാന ജനറൽ സെക്രട്ടറി സംഘടനാ കാര്യം RSS അതുമില്ല, അതും വേണ്ടെന്ന് വെച്ചത്. അപ്പൊ പിന്നെ RSS ഇവിടെ മേയർ, തിരുവനന്തപുരത്തെ മേയർ ആരാണ്? RSSന് വല്ലാത്ത അസുഖമല്ലേ? ഇവർ ഈ RSS വിചാരിച്ചാൽ അവർക്ക് തന്നെ ഈ മേയറൊക്കെ പണ്ടേ ആക്കാമല്ലോ. ഇതൊന്നും മനസ്സിലാക്കാതെ BJPക്ക് കൃത്യമായ അജണ്ടയുണ്ട്, കൃത്യമായ പ്ലാനുണ്ട്. ആ ഞെട്ടിക്ക് ഇതെല്ലാം ഇവർ ഞെട്ടിക്കുന്ന തരത്തിലാണ്. ഇവർക്കാർക്കും ഊഹിക്കാൻ പറ്റത്തില്ല. അടുത്ത സ്റ്റെപ്പ് എടുത്തുകൊണ്ട് പോകും. ഇനിയിപ്പോൾ നിയമസഭയിലേക്കുള്ള പദ്ധതി കണ്ടോണം. കൃത്യം ഈ ദിവസങ്ങളിൽ തന്നെ അവർ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കിടക്കും. ഓരോ മണ്ഡലങ്ങളിലേക്ക് വിഭജനം കൊടുക്കും, ചുമതല കൊടുക്കും. നോക്കൂ, ഇതിനിടെ വലിയ രാഷ്ട്രീയം. ഇന്നിപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ നേരത്ത് ഈ മലബാറിലെങ്ങാണ്ട് ഏതോ ഒരു CPI നേതാവ് BJPയിലേക്ക് പോയെന്ന് കേട്ടു. ഫലം വന്നതിൻ്റെ പുറകെ അങ്ങ് പോയി. ഇനി പടപടാന്ന് വരാൻ പോവാം. BJPയിൽ നിന്ന് CPMയിലേക്കുള്ള ഒഴുക്ക് ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി BJPയിലേക്കുള്ള ഒരു CPM ഒഴുക്കിൻ്റെ സമയമായി. ആ സമയം ശക്തമായിക്കൊണ്ടിരിക്കും. സ്വാഭാവികമായും ഇവർ പല ഞെട്ടിയിൽ ഇനി ഉണ്ടാവും. ഇനിയിപ്പം വരുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ ഒരുപാട് ഞെട്ടിക്കലുകളും സഖ്യങ്ങളും കാര്യമാറ്റങ്ങളും രൂപവൽക്കരണമൊക്കെ ഉണ്ടാവും. കാരണം പിണറായി മുമ്പൊരിക്കലും പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെ പാർട്ടിക്ക് ഒരു ചുക്ക് പറഞ്ഞുവിടാം. പക്ഷെ അത് ശരിക്കും പറയേണ്ടത് BJP ആണ്. അല്ല, ഇനി സംഭവിക്കാം. ഇനി വരാൻ പോകുന്ന 2-3 മാസം BJPയിലേക്കുള്ള ഒരു വലിയ പ്രവാഹം. ഈ പിണറായി വിജയനും കൂട്ടോട് പോയിരുന്നാൽ മതിയായിരുന്നു. അത്ര ഉള്ളു. എന്തായാലും വല്ലാത്ത ഒരു പാർട്ടിയാണ് BJP, പറയാതിരിക്കാൻ പറ്റുന്നത്. നമ്മുടെയൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന തരത്തിൽ അവർ വളരെ ഭംഗിയായിട്ട്. അതുകൊണ്ടാണ് BJPയുടെ ഭരണം, ഞാൻ BJPക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു, BJPയാണ് കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്നൊരു പ്രസ്ഥാനം. ആ സത്യം എത്ര മറച്ചു വെച്ചാലും അത് മങ്ങത്തില്ല. വളർന്നുകൊണ്ടിരിക്കുക ആ പാർട്ടി. കാരണം അവർക്ക് അതിനുള്ള വലിയ അടിത്തറയുണ്ട്, നേതാക്കൾ 3ാം ജനറേഷനിലേക്കുള്ള നേതാക്കന്മാരെ നിശ്ചയിച്ച് അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അവരെ ഗൈഡ് ചെയ്യാൻ RSS എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഒരു കുടുംബത്തിൻ്റെയോ ഒരു നേതാവിന്, ഇപ്പം മോദി പവർഫുൾ ആയിരിക്കുമ്പോഴും മോദിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങളല്ല ഒരിക്കലും നടപ്പാക്കുന്നില്ല. താല്പര്യങ്ങൾ മോദിക്ക് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഓട്ടോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് BJPക്കും
പാർട്ടിക്കും സർക്കാരിനും രാജ്യത്തിനും ഒക്കെ ഗുണകരമായ അത്രേ രീതിയിലാണ് ഉള്ളൂ. പ്രയോഗിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഇത് തിരിച്ചറിയുക. അല്ലാതെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേട്ടു, ബാലറ്റ് പേപ്പറിലേക്ക് പോയാൽ നിങ്ങൾ ജയിക്കത്തില്ല, അങ്ങനെയുള്ള ആരോപണങ്ങൾ ലോകം മാറുമ്പോൾ കാലം ഒരുപാട് മാറിയിരിക്കുന്നു. എന്തായാലും BJPയുടെ മാറ്റം, ഈ രീതി, ഈ ഞെട്ടിക്കൽ, ഇതൊക്കെ നിങ്ങൾ ഇനിയും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഞെട്ടാൻ ഒരുപാട് പേര് അവർ ഞെട്ടിച്ചുകൊണ്ടിരിക്കും, നമ്മൾ ഞെട്ടേണ്ടി വരും. അതനുസരിച്ച് തിരുത്തൽ വരുത്തിയാൽ മാറ്റം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. നന്ദി, നമസ്കാരം.